ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ ഓട്സ് കേക്കാണ്. ജിമ്മിൽ പോണവർക്കും അല്ലാത്തവർക്കും ഒക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ പൈനാപ്പിൾ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. കുറേ സമയമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു കയ്പ്പ് വരും. അപ്പോൾ ആ കയ്പ്പ് പോകാൻ വേണ്ടിയിട്ട് നമുക്കതൊന്ന് ചൂടാക്കി എടുക്കാം. ഇത്രയും അധികമൊന്നും വേണ്ട കേട്ടോ. ഒരു കപ്പ് പൈനാപ്പിൾ മതിയാവും. ഇനി കേക്കിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസിന് ഓട്സാണ് എടുത്തത്. 1.5 കപ്പ് ഓട്സും അതേപോലെ 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണിത്. അതില്ലെങ്കിൽ തേങ്ങ ചെറുതായി പൊടിയായി ചിരകിയിട്ട് അത് ചേർക്കാം കേട്ടോ. പിന്നെ നമുക്ക് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ ഇടാം. അതേപോലെ ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂണും പിന്നെ ഒരു നുള്ളു ഉപ്പ്, ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കേക്കാണിത് കേട്ടോ. കേക്കെന്നോ മഫിൻസിനോ അതല്ലെങ്കിൽ കപ്പ് കേക്കെന്നോ എന്ത് വേണമെങ്കിലും പറയാം ഇതിന്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചേരുവകൾ നോക്കാം. തേന് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ മുട്ടയാണെങ്കിൽ 2 മതിയാവും കേട്ടോ. ഇനി മുട്ട ഒന്ന് നന്നായി കലക്കിയെടുക്കുക. അതിന് ബീറ്ററൊന്നും വേണമെന്നില്ല. ഇതുപോലെ വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഒക്കെ ഒന്ന് കലക്കിയെടുത്താൽ മതി. ഇനി അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിക്കാം. മുട്ടേൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇനിയിപ്പോൾ ഞാൻ ചേർത്തത് പനീറാണ്. പനീർ ഗ്രേറ്റ് ചെയ്തിട്ട് 1/2 കപ്പ് അത് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച 1/4 കപ്പ് തേനും കൂടെ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കുക. കുറേ സമയത്ത് ഇളക്കൊന്നും വേണ്ട, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് മിക്സ് ആയാൽ മതി. ഇനി ചേർക്കേണ്ടത് ഓയിലാണ്, അതല്ലെങ്കിൽ ബട്ടർ. ഞാനിപ്പോൾ ഇവിടെ ബട്ടർ ഉരുക്കിയിട്ട് ഒന്ന് ചൂടാറിയ ശേഷം ഇതിൽ ചേർക്കുന്നുണ്ട്. ബട്ടർ ഇല്ലെങ്കിൽ ഓയിൽ ചേർത്താലും മതി. 1/4 കപ്പ് അതും കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. പിന്നെ നമ്മൾ മാറ്റി വെച്ച ഓട്സും ഡെസിക്കേറ്റഡ് കോക്കനട്ടൊക്കെ ഇല്ലേ, അതിൻ്റെ മിക്സ് കുറച്ചായിട്ടിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇത് ആദ്യം കുറച്ചിങ്ങനെ വെള്ളം പോലെ ഉണ്ടാവും, ലൂസായിട്ടുണ്ടാവും. അത് കുറച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഈ ഓട്സ് ആയതുകൊണ്ട് തന്നെ അത് നല്ല തിക്കായിട്ട് വരും കേട്ടോ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവ നമ്മുടെ പൈനാപ്പിൾ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരുന്നില്ലേ, അതും ചൂടാറിയ ശേഷം ഇതിലേക്ക് ചേർക്കുക. ആ 1 കപ്പ് പൈനാപ്പിളും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. ഇപ്പോൾ നല്ല ഒരു ടേസ്റ്റുള്ള ഒരു ബാറ്ററാണിത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കപ്പ് കേക്കിൻ്റെ കപ്പാണ്, കുറച്ച് വലിയ കപ്പാണ്. അതിൽ ഓരോ സ്കൂപ്പ് വീതം ഇട്ടിട്ടുണ്ട്. 12 ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓവനിലേക്ക് ഞാൻ 170 ഡിഗ്രിയിൽ 20 to 25 മിനിറ്റ്സ് വെച്ചാൽ മതിയാവും. അല്ലെങ്കിൽ മുകളിൽ ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ ഓഫ് ചെയ്താൽ മതി. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.